ഓപ്പൺ വേൾഡ് ഗെയിംസ് എന്ന് പറഞ്ഞ് കുറേ GTA ക്ലോൺസ് വന്നത് നമ്മൾ കണ്ടിട്ടുണ്ടാവും. ഈവൻ മുംബൈ ഗള്ളീസ് പോലും സ്റ്റാർട്ടിംഗ് സമയം ഇന്ത്യൻ GTA എന്ന പേരിലാണ് എല്ലാ സ്ഥലത്തും പ്രൊമോട്ട് ആയത്. പക്ഷേ GTA ക്ലോൺ എന്ന രീതിയിലല്ലാതെ വാച്ച് ഡോഗ്സ്, ഹിറ്റ്മാൻ പോലെയുള്ള ഗെയിംസ് റെഫറൻസ് ആയിട്ട് വെച്ചുകൊണ്ട് ഒരു ഇന്ത്യൻ ഗെയിം, നമ്മൾക്ക് ഏറെ പരിചയമുള്ള തമിഴ് ലാംഗ്വേജിൽ ഒരു ഗെയിം ഇപ്പോൾ ഡെവലപ്മെൻറ്റിലാണ്, പ്രോജക്റ്റ് മെട്രോസ്. ഇതൊരു ഇൻഡി ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഓൾറെഡി പറഞ്ഞതുപോലെ ഇത് വാച്ച് ഡോഗ്സ്, ഹിറ്റ്മാൻ സ്റ്റേജിൽ വരാൻ പോകുന്ന ഗെയിമും കൂടിയാണ്. ഗെയിമിലെ ക്യാരക്ടർ ഹാക്കർ ആയിരിക്കുമോ അതോ ഹിറ്റ്മാൻ ആയിരിക്കുമോ എന്ന് റിവീൽ ചെയ്തിട്ടില്ല. പക്ഷേ ഇതുവരെ വന്ന അപ്ഡേറ്റ്സ് വെച്ച് ക്യാരക്ടർ ഹിറ്റ്മാൻ ആവാനാണ് സാധ്യത കൂടുതൽ. ഓൾസോ ഹാക്കിങ് ചെറിയൊരു ഭാഗമായിരിക്കാം. ഗെയിം സെറ്റ് ചെയ്തിട്ടുള്ളത് പേരിൽ സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ചെന്നൈയിലാണ്. ഗെയിം ട്രെയിലറിലായാലും ഗെയിം പ്ലേയിലായാലും ചെന്നൈയിലെ മെയിനായിട്ടുള്ള സ്ഥലങ്ങൾ, മറീന ബീച്ച്, പിന്നെ രോഹിണി തിയേറ്ററിൻ്റെ അകത്ത് വെച്ച് ഒരാളെ കൊല്ലുന്നത് പോലെയൊക്കെ കാണിച്ചിട്ടുണ്ട്. സോ ഗെയിം കംപ്ലീറ്റ്ലി ചെന്നൈയിലാണ് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ചെന്നൈ സിറ്റി കംപ്ലീറ്റ് ആയിട്ട് ഗെയിമിൽ നമ്മൾക്ക് GTA ഉള്ളതുപോലെ എക്സ്പ്ലോർ ചെയ്യാൻ ആകുമോ എന്ന് ചോദിച്ചാൽ അത് ഡൗട്ടാണ്. കാരണം ഇതൊരു സെമി ലീനിയർ ഓപ്പൺ വേൾഡ് ഗെയിമാണ്. ഈ ഒരു കാര്യം ഡെവലപ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് തന്നെ കൺഫേം ആയതായിരുന്നു. ഓരോ മിഷൻസ് അല്ലെങ്കിൽ ലെവലിനും ഓരോ ലൊക്കേഷൻസാണ് ഉണ്ടാവുക. സോ ആ ഒരു ലൊക്കേഷന് മാത്രം നമ്മൾക്ക് ആ ലെവലിൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഓപ്പൺ വേൾഡ് എന്ന് പറഞ്ഞിട്ട് വലിയ മാപ്പും അതിനേറ്റ കണ്ടൻറ്റും ഇല്ലാതെ പ്ലെയേഴ്സിന് ബോറടിക്കുന്നതിലും ബെറ്റർ ഇങ്ങനെ ചെയ്യുന്നത് തന്നെയാണ്. സ്റ്റോറിയുടെ കാര്യം നോക്കിയാൽ തമിഴ് സിനിമയുടെ സ്റ്റൈലിലുള്ള ഒരു സ്റ്റോറി ആയിരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഗെയിമിൻ്റെ 1-2 ഷോട്ട്സിൽ ശിവാജി മൂവിയുടെ ക്ലൈമറ്റ് ഷോട്ടിൽ നിന്ന് ഇൻസ്പയറായി ചെയ്തതാണെന്ന് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാം. സോ എന്തായാലും തമിഴ് മൂവീസിൻ്റെ കുറേ റെഫറൻസസ് ഈ ഗെയിമിൽ ഉണ്ടാവുന്നതാണ്. ഗെയിം ആൻഡ്രോയിഡിന് വരുമോ എന്ന് പലർക്കും ഡൗട്ടുണ്ട്. അതും ഒഫീഷ്യലായിട്ട് പറഞ്ഞതായിരുന്നു. ഇത് PC ആൻഡ് കൺസോൾസ്, അതും കൺസോൾസിന് കുറച്ച് ലേറ്റായിട്ട് വരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ പിന്നീട് ഫ്യൂച്ചറിൽ ആൻഡ്രോയിഡിനെ അനൗൺസ് ചെയ്യുമോ എന്നത് ഡൗട്ടുള്ള കാര്യമാണ്. ഇതിനു മുന്നേ വന്ന ഗെയിം പ്ലേ ഷോക്കേസ് ഫിനിഷ്ഡ് ആയിട്ടുള്ള ഫോട്ടേജ് അല്ല, അതൊരു എൻവിറോൺമെൻറ്റൽ ഷോക്കേസ് പോലെയാണ് പ്രസൻറ്റ് ചെയ്തിട്ടുണ്ടാവുക. വർക്ക് ഇൻ പ്രോഗ്രസ് ആയതുകൊണ്ട് അതിൻ്റേതായ പ്രശ്നങ്ങളൊക്കെ ആ ഫൂട്ടേജിൽ കാണാൻ പറ്റും. ഗെയിം പ്ലേ ഷോക്കേസിൽ മറീന ബീച്ചായിരുന്നു ഫോക്കസ് ചെയ്തത്. NPCസിൻ്റെ ക്യാരക്ടർ റീപ്ലേസ് ചെയ്യാനുണ്ട്. ഓൾസോ മറീന ബീച്ച് ആയതുകൊണ്ട് ഫൈനൽ ഗെയിമിൽ ഇനിയും കുറേ NPCസിനെ അവിടെ കാണിക്കാൻ സാധ്യതയുണ്ട്. ബീച്ചിലെ വെള്ളത്തിൽ ഇൻ്ററാക്ട് ചെയ്യുന്ന രീതിയിൽ കാണിച്ചിട്ടില്ല, പക്ഷേ ഫൈനൽ ഗെയിമിൽ വെള്ളം ഇൻ്ററാക്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഉണ്ടാവുക. അതും സ്വിം ചെയ്യാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. വലിയ ഡോണൊക്കെ ആയിരുന്നിട്ടും ഇവിടെ പലർക്കും നീന്താൻ ഇനിയും അറിയില്ല. ഡേ നൈറ്റ് സൈക്കിളും അത് കാരണം ഉണ്ടാകുന്ന എൻവിറോൺമെൻറ്റിലെ ചേഞ്ചസൊക്കെ കാണിച്ചിട്ടുണ്ട്. ആനിമേഷൻസൊക്കെ കംപ്ലീറ്റ് ആവാത്ത രീതിയിലാണ് ഉള്ളത്. ഈ ഒരു ടീം മോഷൻ ക്യാപ്ചർ യൂസ് ചെയ്തായിരിക്കും ആനിമേഷൻസ് ചെയ്യാൻ പോകുന്നത്. ഓൾസോ ഇതിലെ അസറ്റ്സ് ഇവരുടെ ഭാഗത്തു നിന്ന് മോഡൽ ചെയ്തതുമുണ്ട്, അതേപോലെ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് വെച്ച അസറ്റ്സുമുണ്ട്. സോ ഇതുവരെ ഇത്രയും കാര്യങ്ങളാണ് മെയിനായിട്ട് ഗെയിമിനെ കുറിച്ച് റിവീൽ ചെയ്തിട്ടുള്ളത്. റിലീസ് ഡേറ്റിനെ കുറിച്ചൊന്നും ഇതുവരെ എവിടെയും മെൻഷൻ ചെയ്ത് കണ്ടിട്ടില്ല. മുംബൈ ഗള്ളീസിൻ്റെ കാര്യം നോക്കിയാൽ ഫസ്റ്റ് ട്രെയിലർ അത് ഇൻ ഗെയിം ഫോട്ടേജ് അല്ല. സോ ആ ഒരു ട്രെയിലർ വന്ന സമയം നല്ലൊരു ഹൈപ്പ് ആയിരുന്നു. പക്ഷേ അതിന് ശേഷം വന്ന അപ്ഡേറ്റ്സ് ഒന്നും വലിയ രീതിയിൽ ഗെയിമേഴ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിലായിരുന്നില്ല ഉണ്ടായത്. പക്ഷേ മിക്ക യൂട്യൂബ് വീഡിയോസിലും അതിനെപ്പറ്റി നെഗറ്റീവായിട്ട് പറയുന്നത് കണ്ടിട്ടില്ല. പക്ഷേ ഒരു ഹിന്ദി ചാനലുണ്ട്, ലേസി അസാസിൻ എന്ന പേരുള്ളൊരു ചാനലാണ്, നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടാവും. ആ ഒരു ചാനലിൽ ഈ മുംബൈ ഗള്ളീസിനെ കുറിച്ച് നെഗറ്റീവായിട്ടൊരു വീഡിയോ, നെഗറ്റീവായിട്ട് മീൻസ് റിയാലിറ്റി എങ്ങനെയാണ് ഇപ്പം റെസ്പോൺസ് കിട്ടിക്കൊണ്ടിരിക്കുന്ന കാര്യത്തിൽ വലിയൊരു ലെങ്ത്തുള്ള വീഡിയോ ഇട്ടതായിരുന്നു. അതിൻ്റെ കമൻറ്റ് സെക്ഷനിൽ മുംബൈ ഗള്ളീസിൻ്റെ ഡെവലപ്പർ റിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും ആ കമൻറ്റിന് യൂട്യൂബർ തിരിച്ച് ചോദിച്ച കാര്യങ്ങൾക്കും പറഞ്ഞ കാര്യങ്ങൾക്കും ഉണ്ടായ റെസ്പോൺസ് എന്നത് ഇതാണ്. എത്ര വർഷം എടുക്കുമെന്നറിയില്ല, ഡിലേ ആയാലും നല്ലൊരു ക്വാളിറ്റിയുള്ള ഔട്ട് വന്നാൽ മതി. സോ ഈ വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യൂ. ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നത് ഇഷ്ടപ്പെട്ട ലൈക്ക്, ഷെയർ, കമൻറ്റ്, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെല്ലൈക്കൺ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇനി വേറൊരു നല്ല വീഡിയോ കാണുന്നത് ഇങ്ങോട്ട് വെച്ചു ഫ്രം ഗെയിമിംഗ് എക്സ്ട്രൻസ്. പീസ് ഔട്ട്.